ചെങ്കലിന്റെ പാട് അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. ഞാനേ കുറച്ച് മജ്ബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വേറെ കടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, കോഴി മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടോളി, മോശം വരില്ല. പെരുന്നാളാകുമ്പോൾ അടിച്ച് പൊളിക്കാം. തിജ് കത്തിച്ച് ചെമ്പടുപ്പിൽ വെച്ച് ചെമ്പ് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കാൽ കുഞ്ഞിക്കല് സൺഫ്ലവർ ഓയിൽ വെച്ച് പിന്നെ അതിലേക്ക് ആവശ്യമായ ഗ്രാമ്പു 21, ഏലക്കായി 21, പട്ട 3 പീസ്, തക്കോലം 3 പീസ്. മസാല ഒക്കെ ചൂടായിട്ട് മണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വലിയ 2 ഉള്ളി നോക്കിയിട്ട് വലുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ 2 പോത്ത് തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ചെമ്പ് ചൂടായത് കാരണം ഞാൻ കരിഞ്ഞു പോകേണ്ട ചാറ്റിൽ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചു. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂൺ അറബി മസാലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടി പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അങ്ങോട്ട് മുമ്പ് നമ്മൾ കെക്കി മാറ്റി വെച്ച കോഴി നേരെ അതിലേക്ക് കൊടുക്കുക. കോഴി ഞാൻ ബിരിയാണി കട്ടിങ്ങാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ചെറിയ ചെറിയ പീസാക്കിയിട്ടില്ല. അങ്ങോട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. മുമ്പ് തിളപ്പിച്ച വെള്ളം നേരെ അതിലേക്ക് പറഞ്ഞു. ഈ തിളപ്പിച്ച വെള്ളം എന്തിനാ പാരുന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടാനും മജ്ബൂസ് ഉണ്ടാക്കൽ പെട്ടെന്ന് തടിമെന്ന് ഒഴിവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് നാരങ്ങ ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് ഇട്ട് 2 കപ്പ് വെള്ളം പറഞ്ഞ് മൂടി വെച്ച് മൂടി തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് വെട്ടി തിറക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കട്ടെ. സംഭവം സാറേക്കും കുറച്ച് അതിൽ കുറച്ച് മല്ലിച്ചപ്പൂട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് മുമ്പ് നമ്മൾ കിക്കി മാറ്റി ചാരി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം വെക്കുക. ഒരു 100-120 ഉറുപ്പിയുടെ അരി വാങ്ങുക. അതാകുമ്പോൾ ഒന്നുകൂടി സെറ്റ് ആയിട്ട് കിട്ടും. വില കുറഞ്ഞ അരി വാങ്ങുന്ന വെച്ചാൽ അരി വണ്ണം കൂടുക എന്നല്ലാതെ ഒരിക്കലും മജ്ബൂസ് നേരെവില്ല. എന്നിട്ട് വെച്ചാൽ ഏകദേശം വെള്ളം പറ്റി ആവശ്യത്തിന് അടക്കം അതിന്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പൂട്ടു ആവശ്യത്തിന് കുറച്ച് അറബി മസാല ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് അടിയിലാണ് കോരി നേരെ മേലിട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ദം കൊടുത്ത് നമ്മളെ മജ്ബൂസ് റെഡി ആയി. ശ്രദ്ധിക്കേണ്ട കാര്യം 45% കോഴി വെന്തതിന് ശേഷം മാത്രമേ അരി ഇടാവൂ. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, എല്ലാവർക്കും ഒന്ന് കയറി കാണാം. അപ്പൊ മജ്ബൂസ് റെഡി ആയിക്കണം. ഇന്നെന്താ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താമാർക്ക് ചെലവുണ്ടായിരുന്നു കൂടിയിൽ. കൂട്ടത്തിൽ രണ്ടാമത്തോളം കൂട്ടുകാരത്തിലും വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ദിവസത്തേക്കാണ് ഓലും ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഓലും എല്ലാവരും മജ്ബൂസ് കഴിച്ചു, പോലെ എല്ലാവരും ഹാപ്പി ആയി. ഇത്ര തുണക്കാരത്തേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ ഉസ്താദിനും പിന്നെ കുടിക്കാർക്കും. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.